ഷീപ്പ് ഡിറ്റക്റ്റീവ് പടം കണ്ടിരുന്നു. ആമസോൺ പ്രൈമിലുണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവി കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേൺ തന്നെയാണല്ലോ. പക്ഷേ ആ പാറ്റേൺ മാറ്റിയിട്ട് നമ്മുടെ ചെമ്മരിയാട് അവരാണ് ഇതിൻ്റെ അകത്ത് ഡിറ്റക്റ്റീവായിട്ട് വരുന്നത്. പടം അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത്താനുള്ള സംഗതികളുണ്ട്. എന്താണെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പടത്തിൻ്റെ ഡയറക്ടർ, റൈറ്റർ, ആക്ടേഴ്സ്. പടത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പം ഒരു മനുഷ്യൻ അദ്ദേഹം ജീവിക്കുന്നത് ഈ ചെമ്മരിയാടുകളെ നോക്കിയാണ്. അദ്ദേഹത്തിന് ഈ ജീവജാലങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഭാര്യയില്ല, നേരത്തെ മരണപ്പെട്ടു പോയി. 2 മക്കളുള്ള, അവരൊക്കെ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിന് അവരെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ താല്പര്യമില്ല. കാരണം അവരുടെ ലൈഫും കരിയറൊക്കെ വ്യത്യാസമുണ്ടല്ലോ. പുള്ളി ഈ ജീവജാലങ്ങൾ, അതായത് നമ്മുടെ ചെമ്മരിയാടുകളെ വളർത്തി ജീവിക്കുന്നു. ഓരോ ചെമ്മരിയാടുകൾക്കും പല തരത്തിലുള്ള ക്യാരക്ടർ. ചില ആടുകൾക്ക് നല്ല ബ്രെയിനുണ്ട്, ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി. ചില ആടുകൾ ഫൈറ്റിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന, അങ്ങനെ പല തരത്തിലുള്ള ടാലൻ്റാണ്. അവരെ സംബന്ധിച്ച് അവരുടെ മുതലാളി അവർക്ക് ജീവനാണ്. അവർക്ക് മെയ്ത് നടക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ഉണ്ട്. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പുല്ലും മറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അവർ ജീവിക്കുന്നു. ഇദ്ദേഹം അതുപോലെ കെയർ ചെയ്യുന്ന. ഈവനിങ്ങൊക്കെ ഇവർ ഒരുമിച്ചിരിക്കുമ്പം അവരുടെ മുതലാളി ഡിറ്റക്റ്റീവ് നോവൽസ് വായിച്ചു കൊടുക്കും. അപ്പോൾ ഈ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. അവർ ഇൻട്രസ്റ്റഡ് ആണ്. ആ കഥ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ മുതലാളി മരണപ്പെട്ട് കിടക്കുന്നു. പോലീസ് വരുന്നു. അതൊരു സ്വാഭാവിക മരണമാണ് എന്ന് പോലീസുകാരൻ ചിന്തിക്കുന്നു. വേറെ ആൾ വന്ന് പറയുന്നത് സ്വാഭാവിക മരണമല്ല. അപ്പം ആടുകളൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ മുതലാളിക്ക് എന്ത് പറ്റി, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് ക്ലൗഡായിട്ട് മുകളിൽ വരും എന്നൊക്കെയുള്ള ഒരു സങ്കല്പമാണ് ആടുകൾ വിശ്വസിക്കുന്നത് കഥയ്ക്കകത്ത്. ആടുകൾക്കൊരു സംശയം, തങ്ങളുടെ മുതലാളി നോർമൽ ഡെത്താണോ അല്ലെ ആരെല്ലാം കൊന്നതാണോ എന്ന്. മുതലാളിയുടെ മകൾ വന്നിട്ടുണ്ട്, മകൻ വന്നിട്ടില്ല. നാട്ടിലുള്ള അയൽവാസികളൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ വിചാരിച്ച ആടുകളല്ലേ, ആടുകൾക്ക് ഇതൊക്കെ എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ മുതലാളി മരിച്ചതെന്നും മനസ്സിലാക്കാനുള്ള സെൻസില്ലെന്നാണ് മറ്റ് മനുഷ്യർ കരുതുന്നത്. പക്ഷെ ആടുകൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ കോമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അവർക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവരുടെ മുതലാളി മരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് ഇനി എങ്ങനെയാണ്, ആർക്കാൻ കൊടുക്കില്ല എല്ലാവരും, ഈ മുതലാളിയെ പോലെ അല്ലല്ലോ മറ്റ് മനുഷ്യർ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനാണ് അവർ തീരുമാനിച്ചു തൻ്റെ മുതലാളി എങ്ങനെയാണ് മരണപ്പെട്ടു എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇവരുടെ മുതലാളിയെക്കാളും അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഡിറ്റക്റ്റീവ് നോവൽ സ്റ്റോറീസ് അല്ലേ. അപ്പോൾ ഈ നോവൽ കേട്ട് 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 അവരുടെ ഉള്ളിൽ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. അതാണ് പടത്തിൻ്റെ പേര് ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അത് ഈ പോലീസുകാരനിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. പോലീസുകാരന് പിന്നീട് മനസ്സിലാകുന്നു ഈ ആടുകൾ സാധാരണ ആളുകളല്ല, തനിക്ക് കേസ് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടെന്നുള്ളത് ഈ ആടുകൾ എത്തിച്ചു തരുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ കഥയുടെ ക്ലൈമാക്സ് ഇട്ട് വരുമ്പം ആ കില്ലറിനെ പിടിക്കുന്നത് ഈ ആടുകളുടെ ബ്രില്യൻസ് ആണ്. അതൊക്കെയാണ് കഥയുടെ രസം. നിങ്ങൾ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങളുടെ ലൈഫും, ആടാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെങ്കിലും കഥ ഒന്ന് കാണാൻ പറ്റുമെന്ന് കാണുക. സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. സ്ഥിരം നമ്മൾ കാണുന്ന നമുക്കറിയാമല്ലോ, ഒരു ആനിമൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറഞ്ഞപ്പം അതിലൊരു വ്യത്യസ്തതയുണ്ട്. അതാണ് ആ കഥ നമ്മളെ പിടിച്ചിരുന്നത്. അതായത് നമ്മളെ ആ കഥയിലോട്ട് ഇൻവോൾവ് ആക്കുന്നൊരു ഘടകമുണ്ടെന്ന് എനിക്ക് തോന്നി. ആമസോൺ പ്രൈമിലുണ്ട്. നൈറ്റിലൊക്കെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.